ഈ വാഗമൺ കണ്ടില്ലോ എന്ന് പറയരുത്. ഇതൊക്കെയാണ് തണുത്ത വെള്ളം കേട്ടോ. അതാണ് നമ്മുടെ വാഗമൺ. ചോറുണ്ട്, ചമ്മന്തി ഉണ്ട്, 2 പീസ് മീനുണ്ട്. ഇതേതോ ഗുഡ് മോർണിംഗ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോയിൽ എന്തോ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ശരി, ചുമ്മാ രാവിലെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ച് വ്ളോഗ് എടുക്കാം. ശരി, വ്ളോഗ് എടുത്തേക്കാം. അപ്പം നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, വരുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതിനെ നമുക്ക് ചായ കുടിക്കാം. മനസ്സിൽ നമുക്ക് ചായ തന്നിട്ടുണ്ട്. ചായ നിങ്ങളെങ്ങനെ ചായയൊക്കെ കുടിച്ചാ? കഴിച്ചു കാണുമല്ലേ? സമയം 9 മണി 9:30 ആയില്ലേ? 2 hours later. ചുമ്മാതെ നമ്മുടെ സുജിത് ഭക്തന്റെ വ്ളോഗ് കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇപ്പൊ എന്താ? വെച്ചനെ പണി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ വണ്ടി ഒന്ന് കഴുകിയിടാം അല്ലേ മിസ്റ്റർ കുഞ്ഞുണ്ണി സാർ? അല്ലേ? മറച്ചിരിക്കാതെ പറടാ. എന്നാ വണ്ടിരുന്നു. നമുക്ക് നമ്മുടെ വണ്ടി കഴുകിയിടാം. നമുക്ക് അയ്യോ ഇവിടെ വെക്കാം. ഡോർ ക്ലോസ്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് ഇതുകൊണ്ടില്ലല്ലോ, അവിടെ കൊണ്ടുപോയി വെക്കണം. അവിടെ കൊണ്ടുപോയിട്ട് വേണം നമുക്ക് വണ്ടി കഴുകാനായിട്ട്. സ്റ്റോർ നമുക്ക് സ്റ്റാർട്ടാക്കാം. ഓക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സോപ്പ് പൊടി നമ്മൾ ഇതിട്ടാണ് വണ്ടി കഴുകാൻ പോകുന്നത്. ഏത് ഓട്സിൻ്റെ പാക്കറ്റ് ഇതിനകത്ത് സോപ്പ് പൊടി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇച്ചി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? ഫുൾ സോപ്പ് പൊടി മിക്സ് ചെയ്യാം. ഉറപ്പിക്കണ്ട നമുക്ക് സോപ്പ് പൊടി കേട്ടോ. സോപ്പ് പൊടി കയ്യിൽ വെള്ളം നിറച്ച് സഹായിക്കുന്ന അനിയൻ സാർ അമിത് ബി. ഇനി നമുക്ക് ഇതുകൊണ്ട് ഫുള്ള് കഴുകാം. അതുകൊണ്ട് തോണി ആശാനെ പറ്റിച്ച് നിന്നാൽ ആശ വണ്ടി കഴുകിക്കോളും. നമുക്കധികം പണിയൊന്നുമില്ല. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അധ്വാനിക്കുന്നുണ്ട്. ടേയ്, അത് എൻ്റെ ഉടുപ്പില്ലയോടാ? വേണ്ടേ? എന്റെ പഴയ ഉടുപ്പ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇവനെ കൊണ്ട് രക്ഷയില്ല. ആശാനെന്തായാലും വണ്ടി കഴിയത്തിരുന്നൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കുവാന്ന്. പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നൊന്നുമല്ല. വണ്ടി കഴിയാൻ എപ്പോൾ വന്നാലും ആശാൻ ഭയങ്കര റെഡിയാണ്. ഇല്ലേടാ മിത്ത് ബി? അവനോട് കുറച്ച് മുമ്പ് ഞാൻ എന്തോ പറഞ്ഞേ, ആശാൻ പണിയെടുക്കാൻ ഭയങ്കര ഇതാണ്. എന്നിട്ടിപ്പോൾ ഞാൻ എന്നെ നിന്നിട്ട് കൈക്കോളെ. ഈ വണ്ടി ഇതേ വെള്ളം വെച്ച് കഴിയേണ്ട സമയമാണ്. പക്ഷേ അതേ നല്ല മഴ വരുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട് ഇവിടെ അല്ലേ. ആശാലം കൊണ്ട് മൊത്തം വെള്ളം ഞാൻ അവിടെ മൊത്തം കഴിപ്പിക്കുകയായിരുന്നു. മൊത്തം കഴിക്കഴിഞ്ഞു ഇത്ര പെട്ടെന്ന്. One eternity later. കംപ്ലീറ്റഡ്. വണ്ടി കംപ്ലീറ്റ്. ചോറ് റെഡി. ചോറുണ്ട്, ചമ്മന്തി ഉണ്ട്, 2 പീസ് മീനുണ്ട്. ഇതേതോ ഒരു മീൻ. വേറെ കുറേ കറിയൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ ഇത്ര എടുക്കുന്നുണ്ട്. ഉച്ചയാണ് ഇവിടെ ഡയറ്റ്. നമ്മൾ കഴിച്ച് വന്നപ്പോൾ ആറ്റിപ്പോന്ന് വെച്ചിരുന്ന മഴയൊക്കെ ഇട്ടുകൊണ്ട് വെള്ളം ഉണ്ടാകുന്ന ആറ്റിപ്പോന്ന് ചെയ്തപ്പം പുറത്ത് ഭയങ്കര മഴ ചെയ്യുന്നത്. അപ്പം നമ്മൾ സിനിമ അല്ല ജംഗിൾ എന്ന് പറഞ്ഞ സിനിമയാണ്. അവിടെ തോന്നുന്നു ഒരുപാട് കാണണം എന്ന് വെച്ചിരുന്ന സാധനമാണ് ജംഗിൾ. നിങ്ങളെ ഞാൻ ആറ് കാണിച്ചു തരാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 ദിവസം അതിൻ്റെ പുറകെ നടക്കുന്നത്. ഒരു വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കണ്ടൻറ്റൊന്നും ഇല്ലാത്തവനാണ് ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വെച്ച്
അപ്പോൾ ഇപ്പോഴാണ് മഴയൊന്ന് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് അവസരം കിട്ടിയത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ക്യാമറ നോക്കിക്കൊണ്ട് ഇറങ്ങിയേക്കാണ്. അപ്പം ആരെ കാണാൻ പോവാണ്. കുറേ നാളായി അതിലോട്ടൊക്കെ പോയിട്ട്. ഇറങ്ങാനൊന്നും പോകുന്നില്ല, നല്ല വെള്ളമുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് നിൽക്കുന്നുണ്ട് ഒരു കില്ല സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ ഒരു ഏരിയ. ഇതുകൊണ്ടില്ലേ ആ കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ വാഗമൺ. അപ്പം ഇവിടുന്ന് കാണുമ്പോൾ ഒത്തിരി ദൂരമായിട്ട് തോന്നും, പക്ഷേ ഒട്ടുമില്ല. കുറച്ച് താഴെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് എത്താവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫുള്ള് കോടയായിട്ട് നിറഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ സംഭവം ഇനി നമ്മൾ പയ്യെ ഇറങ്ങാൻ പോകുന്നു. ഇറങ്ങുന്ന വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടം പിടിച്ച വഴിയാണ്. ഇവിടെ കണ്ടോ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ടേക്കുന്നത്, ഇവിടെ അവിടെയൊക്കെ മണ്ണ് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരാഗ്ലൈഡിങ്ങിൻ്റെ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പറന്ന് ഇവിടെ വന്ന് ഇറങ്ങുന്ന രീതിയിലായിരുന്നു സംഭവം സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഒരെണ്ണം വന്ന് ഇറങ്ങി. അപ്പോൾ പിന്നീടുള്ളതിലെന്തോ നടക്കാതെ പോകാൻ ചെയ്തപ്പോൾ എന്താ സംഭവിക്കാതെ പോയത് അങ്ങനെ നമുക്കറിയാൻ പറ്റിയേ. അപ്പം അതുകൊണ്ട് ഇത് നടക്കാത്തതുകൊണ്ട് ഇപ്പോൾ വേറെ എന്തോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. സംഭവം അങ്ങനെ എന്തോ സംഭവമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നടക്കാണ്ട് പോയി. നമുക്കത് അതിലോട്ട് ഇറങ്ങിപ്പോൾ നമുക്ക് വഴി കിട്ടി കേട്ടോ. ഇതുണ്ട് നമ്മൾ ആ മേലെ താട്ടിറങ്ങിയത്. നേരത്തെ ഇവിടെ ഈ പാരാഗ്ലൈഡിങ് സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് നേരെ ഇങ്ങനെ വഴിയായിരുന്നു. ഇതിപ്പോൾ അങ്ങോട്ട് കറങ്ങി ഇതുവഴി കറങ്ങി ടാസ്ക് പിടിച്ച വഴിയാട്ടോ. മൊത്തത്തിൽ റബ്ബർ ഉണ്ടായതൊന്ന് മൊത്തം വെട്ടി ഫുള്ള് ടാസ്ക് ആക്കി. നമ്മളിപ്പോൾ ഇത് കുറേ ആയി വന്നിട്ട്, മാസങ്ങളായി. സംഭവം ഫൈനലി നമ്മൾ എത്തി. ഇത്രയെങ്കിലും ഇവിടെ വെള്ളം ഉണ്ടല്ലോ, ഭാഗ്യം. ഞാൻ താട്ടിറങ്ങാം. ടാസ്ക്കാണ് ടാസ്ക് കണ്ടോ. ഫൈനലി നമ്മൾ എത്തി. നല്ല തണുത്ത വെള്ളം കേട്ടോ. കണ്ടോ, അതാണ് നമ്മുടെ വാഗമൺ. ഇവിടുന്ന് കാണുമ്പോൾ ഭയങ്കര ദൂരം തോന്നുന്നു. ഒത്തിരി ദൂരമൊന്നും അല്ല, ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെല്ലാവുന്ന രീതിയിലാണ്. നൈസാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. സംഭവം കിടിലമായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ നടുക്ക് അവിടെ ആയിട്ടാണ് നമുക്ക് ഒരു കയം പോലെയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് കുളിക്കുന്നതൊക്കെ അവിടെയാണ്. നൈസായിട്ടുണ്ട്. ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട്. സംഭവം കൊള്ളാം, അടിപൊളി. ഇവിടെ മഴയില്ലാത്തൊരു ദിവസം വന്നിറങ്ങുന്നുണ്ട്. കിടക്കാം, മഴ ഇല്ലെങ്കിൽ വരെ. ഇപ്പം ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്. എപ്പോഴാണ് വെള്ളം കൂടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പെട്ടെന്നായിരിക്കും ചിലപ്പോൾ വെള്ളം കൂടുന്നത് അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. 2 ദിവസമായിട്ട് ഇങ്ങനെ എങ്ങും പോയതുമില്ല. വീട്ടിൽ ഇരിപ്പായിരുന്നു, എങ്ങും പോയതൊന്നുമില്ല. അതുകൊണ്ട് കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാൻ മാത്രമുള്ളതെന്ന് ചോദിച്ചാൽ ചുമ്മാ നമ്മൾ ഡെയിലി നമ്മളെന്തൊക്കെ ചെയ്യുന്നത്, ഡെയിലി ചെയ്യുന്നതല്ല, എന്തൊക്കെ ചെയ്തു ചുമ്മാ നിങ്ങളൊക്കെ എന്താ കാണിക്കാമെന്ന് വെച്ചു. ഇന്നാണിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയത്. മഴ ചാറുന്നുണ്ട്, എന്ത് ചെയ്യാനാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ഉണ്ടാവണം. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം.